വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ചിക്കൻ ഫ്രൈ ആണ്. നമ്മുടെ വീട്ടിലെ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് നമുക്കിനി ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ചെറിയുള്ളി, പിന്നെ അതുപോലെ കുരുമുളക്, കുറച്ച് പെരുംജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് ചതച്ച ഒരു മിക്സ്ചർ നമുക്ക് എടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. അതാ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പെരുംജീരകം എടുത്തിട്ടുണ്ട്, ചുവന്ന മുളക്, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കുരുമുളക്, അത്രയാണ് ചതച്ചത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ചിക്കനിൽ ചേർത്ത് കൊടുത്തത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു മുട്ട ചേർത്ത് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇത്രയും ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് അത്ര വെച്ചാലും മതി. പിന്നെ നന്നായി മസാല പിടിക്കണമെങ്കിൽ കുറച്ച് സമയം വെക്കാം, 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെക്കാവുന്നതാണ്. ഇത് ഞാൻ അത്ര സമയമൊന്നും വെച്ചിട്ടില്ല, എന്നാലും എനിക്ക് അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഈ മുട്ടയും ഗോതമ്പ് പൊടിയൊക്കെ എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. ഒരു മുട്ടയെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് നല്ലൊരു അടികട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഏത് എണ്ണയാണെന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ്. പിന്നെ 2-3-4 പീസ് ചിക്കൻ ഇട്ട് കൊടുത്തു. നമ്മൾ ഫസ്റ്റ് വറക്കുമ്പോൾ അധികം തിക്കിക്കൂട്ടി ഇങ്ങനെ വറക്കണ്ട, ഒരു 3-4-5 പീസ് എണ്ണയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം, നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഈ ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് ഇങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ആക്കി വെക്കുമ്പോൾ തന്നെ എല്ലാവരും എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയൊക്കെ വേഗം കുറച്ച് മാറ്റിയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം ഉണ്ടാക്കി നോക്കിക്കോ. ബൈ ബൈ, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.